ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീലീസ് വില്ലേജ് ആണ്. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടായിരിക്കും സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നത് അല്ലേ. ഇതുവരെയുള്ള ചെറിയ ക്ലാസ്സുകളിലൊക്കെ എങ്ങനെയാണ് EVS എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട് ഈ സോഷ്യൽ സയൻസിൻ്റെ ഭാഗങ്ങളും. അപ്പം 5ാം ക്ലാസ്സിൽ നിങ്ങളെങ്ങനെയാണ് സെപ്പറേറ്റ് ആയിട്ട് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് ഒരു ടെക്സ്റ്റൊക്കെ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ, ഇതെന്താണ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള സബ്ജക്റ്റാണോ, പുതിയ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാതെ പഠിക്കാനൊന്നുമില്ല. ഇതിലൊരു കഥ പോലെ ഈ ഒരു സോഷ്യൽ സയൻസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള ഈ സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നത്. അതായത് നമ്മുടെ ഹിസ്റ്ററി ആവാം അല്ലേ, നമ്മൾ ഇതുവരെ എത്തിച്ചേർന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഹിസ്റ്ററി, നമ്മുടെ ലോകത്തിൻ്റെ ഹിസ്റ്ററി, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ആയി മാറിയത്, നമ്മുടെ ഒരു എവല്യൂഷൻ എങ്ങനെയാണ്, അതേപോലെ നമ്മുടെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ സയൻസിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിലാരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സോഷ്യൽ സയൻസിൽ പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പീലീസ് വില്ലേജ് ആണ്. ഇതിൽ ജസ്റ്റ് ഒരു സ്റ്റോറി പോലെ കുറച്ച് കുട്ടികളുടെ ഒരു കഥ പോലെ പറഞ്ഞു പോവുകയാണ്, അവരൊരു യാത്ര പോണതിനെ കുറിച്ചൊക്കെ. ബട്ട് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹം, വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാർ, അവരുടെ ജീവിത രീതികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പല തരത്തിലുള്ള മനുഷ്യന്മാർ ഈ സമൂഹത്തിലുണ്ട്, പല സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി പോലെ ഞാൻ പറഞ്ഞു പോവാം. നിങ്ങളിത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം, കാരണം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പഠിക്കാനില്ല എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല എന്നില്ല, ക്വസ്റ്റ്യൻസ് ഇതിന്ന് ചോദിക്കും. ബട്ട് നിങ്ങൾക്ക് അതൊരു കഥ പോലെ ഓർത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണെങ്കിലും കംപ്ലീറ്റ് ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞു പോകാം, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾറെഡി നമ്മൾ വീഡിയോസ് ക്ലാസ് 5ൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് പീലിയുടെ ഫ്രണ്ട്സ്. ഓക്കെ, നമുക്കപ്പം എന്താണ് അവരുടെ യാത്രയുടെ വിശേഷങ്ങൾ നോക്കാം. Hey friends, our summer holidays are about to end. Before that, Peely has invited her classmates to her village. Peely's 4 friends are getting prepared for the trip to the village. Don't you also like to travel? Shall we also go to Peely's village with them? അപ്പോൾ നമ്മുടെ സമ്മർ ഹോളിഡേയ്സ് തീരാറായി. അതിന് മുമ്പ് എന്തുണ്ട്, പീലി അവളുടെ വില്ലേജിലേക്ക്. അപ്പോൾ പീലി താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ പീലിയുടെ ഫ്രണ്ട്സൊക്കെ കുറച്ച് സിറ്റിയിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവിടുന്ന് പീലിയുടെ വില്ലേജിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പീലി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും അവരോടൊപ്പം യാത്ര ചെയ്യുന്നത് പോലെ നമ്മുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ലെറ്റ്സ് ഗെറ്റ് ടു നോ ഈച്ച് അതർ ബിഫോർ അവർ ട്രിപ്പ്. അപ്പോൾ ആദ്യം അവരെ പരിചയപ്പെടുത്തുന്നതാണ് ഫസ്റ്റ്. ഐ എം നീനു. ഐ മൂവ് അറൗണ്ട് ഓൺ എ വീൽ ചെയർ. മൈ ഹോം ഈസ് ദ ഗവൺമെൻറ് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് നിയർ ദ സിറ്റി. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ഓൾസോ. സോ ഇതാരാണ്, നീനു ആണ്. അപ്പോൾ നീനുവിന് എന്തിലാണ്, വീൽ ചെയറിലാണ് സഞ്ചരിക്കുന്നത്, നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ്. ആൻഡ് അവരെവിടെ താമസിക്കുന്നത്, ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട് സിറ്റിയുടെ അടുത്തായിട്ട്, അവിടെയാണ് താമസിക്കുന്നത്. ആൻഡ് ഷീ ഓൾസോ ഹാവ് എ യങ്ങർ ബ്രദർ, ഒരു ചെറിയ അനിയനുണ്ട്. ദെൻ അടുത്ത ആളാരാണ്, മൈ നെയിം ഈസ് അപ്പു. മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി. ഐ ഹാവ് ഓൺലി അമ്മ അറ്റ് ഹോം. മൈ അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. അപ്പോൾ അപ്പു എവിടെ താമസിക്കുന്നത്, സ്ലമ്മിലാണ്. അതായത് ഒരു ചേരി പ്രദേശം, കുറേ വീടുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സ്ഥലങ്ങളില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അപ്പുവിൻ്റെ വീട്. ആൻഡ് അപ്പുവിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അതേപോലെ അമ്മ എന്ന് പറയുന്നത് ഒരു തുണി മില്ലിലെ ജോലിയാണ് ചെയ്യുന്നത്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. അടുത്ത ആൾ നോക്കൂ, മൈ നെയിം ഈസ് വിക്കി. ഐ ലീവ് ഇൻ ആൻ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ. മൈ മം റൺസ് ഹെർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പോൾ ഇതാരാണ്, വിക്കിയാണ്. വിക്കി ഒരു അപ്പാർട്ട്മെൻറ്റിൽ, ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. വിക്കിയുടെ പപ്പ ബിസിനസ് മാനാണ്,
അമ്മയ്ക്കാണെങ്കിലോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്, തുണിക്കട സ്വന്തമായിട്ട് നടത്തുകയാണ്. ആൻഡ് അടുത്ത ആൾ, ഐ എം ചമേലി, വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം, മൈ മാ പാപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ്. വി കെയിം ടു കേരള വെൻ ഐ വാസ് 5 years old. വി live in a place where people from other states live together. അപ്പോൾ ചമേലി എവിടെ നിന്നുള്ള ആളാണ്? ആസാം എന്നുള്ള ആളാണ്. ചമേലി അമ്മ പപ്പ എല്ലാവരും കൂടിയിട്ട് കേരളത്തിലേക്ക് വന്നിട്ട് കുറേ വർഷമായി. ചമേലിക്ക് 5 വയസ്സുള്ളപ്പം ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നതാണ്. എൻ്റെ എവിടെ താമസിക്കുന്നത്? പുറമേ നിന്നുള്ള ഇതുപോലെ ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലത്താണ്, ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്താണ് അവരും താമസിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് അതിഥി തൊഴിലാളികളുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ. ഇപ്പോൾ ബംഗാളിൽ നിന്നാണെങ്കിലും ബീഹാറിൽ നിന്ന്, ആസാമിൽ നിന്ന്, അങ്ങനെ ഇന്ത്യയുടെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജോലിക്കാർ, ഒരുപാട് ആൾക്കാർ കേരളത്തിൽ വന്ന് താമസിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അതിഥി തൊഴിലാളികളായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ് ചമേലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 4 പേരെ പരിചയപ്പെട്ടു. ആൻഡ് ആ 4 പേരുടെയും നോക്കൂ, അവർ താമസിക്കുന്ന സിറ്റുവേഷൻ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് അല്ലേ. ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി നമുക്ക് അവരുടെ അതിന്ന് മനസ്സിലാക്കാൻ പറ്റും. ശാരീരിക സ്ഥിതി ആണെങ്കിലും വ്യത്യസ്തമാണ് അല്ലേ. അവർക്ക് ഒരു കുട്ടിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പലതരത്തിൽ നമുക്ക് ചുറ്റും പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്, പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് അത്രയും ബോധവാന്മാരായിരിക്കണം. ഓക്കെ, നമുക്ക് തുടർന്ന് നോക്കാം. Introduce yourself as the 5th person in the group by drawing your picture. ആൻഡ് അപ്പോൾ നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നെ വരച്ചിട്ട്, ഇപ്പോൾ മുകളിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ പേരെന്താണ്, എവിടെയാണ് താമസിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ ജോലി എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എഴുതാനുള്ള സ്ഥലമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ ഗസ്റ്റ് വർക്കേഴ്സിനെ കുറിച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. മോസ്റ്റ് ഓഫ് ദം കംസ് ആസ് ഫാമിലീസ് ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. Their children are being educated in public schools in Kerala. Thus Chameli is also studying in Kerala. Chameli calls her mother and father Ma, പപ്പ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ജോലിക്കായിട്ട് വരുന്ന ആൾക്കാരെയാണ് ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിന്നൊക്കെയാണ് പറഞ്ഞത്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ് ഇവിടെ നിന്നൊക്കെയാണ് പൊതുവെ ആൾക്കാർ വരുന്നത്. ആൻഡ് അവരുടെ കുട്ടികൾ എങ്ങനെയാണ്? കേരളത്തിൽ നമുക്ക് പബ്ലിക് സ്കൂളിൽ അവർക്കൊക്കെ പഠിക്കാം കേട്ടോ. അതായത് നോർമലി നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് കിട്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ഒരു ആനുകൂല്യങ്ങളും അവർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ചമേലിയും കേരളത്തിലെ സ്കൂളിൽ ഈ ബാക്കിയുള്ള കുട്ടികളുടെ ഒപ്പം പഠിക്കുന്നു. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ കുറച്ചും കൂടി നിങ്ങളുടെ ഹോബീസ്, ആക്ടിവിറ്റീസ് അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ അവർ ട്രിപ്പ്. വീണ്ടും നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണ്. Today we are going to undertake a trip which we have been longing for a long time. At last we are leaving today. I tried really hard to get permission from home. You know that I don't go everywhere. അപ്പോൾ നീനു ആണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്നാണ് അവർ ആ യാത്ര പുറപ്പെടുന്നത്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് പോവുകയാണ്. അപ്പോൾ നീനുവിന് എന്തായിരുന്നു, വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്, അവൾക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടുകാർക്ക് പെർമിഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ഷീ ഗോട്ട് പെർമിഷൻ അവൾ കിട്ടി. ദെൻ അടുത്ത ആൾ പറയുന്നത് നോക്കൂ, ഇതാരാണ്? വിക്കിയാണ് അല്ലേ. Papa and Mummy reluctantly let me go. They don't allow me to go to places far away alone. I have to struggle hard to get consent. You are the only friends I have here. Mummy has strictly asked me not to eat anything from there. അപ്പോൾ വിക്കിക്കും എങ്ങനെയാണ് പപ്പയുടെയും അമ്മയുടെയും അടുത്തുനിന്ന് പെർമിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരെന്ത് ചെയ്തില്ല, അവൻ ഒറ്റയ്ക്ക് ദൂര സ്ഥലങ്ങളിലേക്കൊന്നും വിടാറില്ല. ബട്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ്. ആൻഡ് അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നൊന്നും കഴിക്കണ്ട, അതായത് അവൻ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ പോയിട്ടൊന്നും കഴിക്കരുത്, അവിടെ നിന്നൊന്നും കഴിക്കരുത് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ദെൻ ചമേലി എന്താ പറയുന്നത് നോക്കൂ. Ma is always scared wherever I go. Most of the people here keep a distance while dealing with us.
I have told Peely about this. She has assured that no one in her village will keep distance. That's why I am coming. അപ്പോൾ അമ്മ എന്താണ് അമ്മയ്ക്ക് ചമേലിയുടെ അമ്മയ്ക്ക് പേടിയാണ് എവിടെ വിടാനും. അതായത് പുറത്തുനിന്നുള്ള ഇങ്ങനെ ഒരു ഗസ്റ്റ് വർക്കേഴ്സിൻ്റെ കുട്ടിയായതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ അവരിങ്ങനെ മാറ്റി നിർത്തുന്ന പോലെയാണ്. അവരോട് അത്ര അടുപ്പം കാണിക്കാറില്ല. ബാക്കി അവരുടെ ചുറ്റുമുള്ള കേരളത്തിൽ നിന്നുള്ള മറ്റു കുട്ടികളാണെങ്കിലും മറ്റു ആൾക്കാരാണെങ്കിലും. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചമേലി എന്ത് ചെയ്തിട്ടുണ്ട്, പീലിയോട് ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പീലി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവളുടെ ഗ്രാമത്തിൽ ആരും അവളെ അങ്ങനെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുകയൊന്നും ചെയ്യില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവൾ പോവാമെന്ന് വിചാരിക്കുന്നത്. ആൻഡ് ദെൻ അടുത്തത് അപ്പു പറയുന്നതാണ്, അമ്മ ഡിഡിൻ ഒബ്ജക്റ്റ് ടു. ഐ ആം വെറീഡ് ദാറ്റ് ഷീ വിൽ ബി അലോൺ അറ്റ് ഹോം വെൻ ഐ ഗോ. എനിവേ ഇറ്റ്സ് ജസ്റ്റ് ഫോർ എ ഡേ, ഇറ്റ് വിൽ ബി ഓൾ റൈറ്റ്. അപ്പോൾ അപ്പുവിൻ്റെ അമ്മ എന്ത് ചെയ്തില്ല, തടസ്സമൊന്നും പറഞ്ഞില്ല. ബട്ട് അപ്പുവിൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ അമ്മ ഒറ്റയ്ക്കാവും വീട്ടിൽ. അപ്പോൾ പോയി കഴിഞ്ഞാൽ അമ്മ ഒറ്റയ്ക്കാവുമല്ലോ, പക്ഷെ കുഴപ്പമില്ല, ഒരു ദിവസത്തേക്കല്ലേ, സാരമില്ല എന്നാണ് അപ്പു പറയുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആർ യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം? ഡോണ്ട് യു ടു ഹാവ് സം കൺസേൺസ്? ഡ്രോ യുവർ സെൽഫ് ബിലോ ആൻഡ് റൈറ്റ് യുവർ തോട്ട്സ് ഹിയർ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുകയാണ് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാരൻസ് എന്തായിരിക്കും പറയുക എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലെ. ഓക്കെ, how did these friends become so close even when they hail from different backgrounds? Imagine the situation in which they become friends. Present a role play in the class. അപ്പോൾ ഇവരെല്ലാവരും 4 പേരും അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് പീലി 5 പേരും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അല്ലേ. ബട്ട് ഇവരെങ്ങനെ ഇത്ര ക്ലോസ് ഫ്രണ്ട്സ് ആയി, എങ്ങനെയായിരിക്കും അവർ ഇത്ര ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവുക നമ്മളോട് ഇമേജിൻ ചെയ്തിട്ട് ഒരു റോൾ പ്ലേ പോലെ ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ നമുക്ക് അടുത്ത പാർട്ട് നോക്കുകയാണെങ്കിൽ, ഡോണ്ട് വി മേക്ക് സം പ്രിപ്പറേഷൻസ് ബിഫോർ എവറി ട്രിപ്പ്? വി ഓൾസോ ഗെറ്റ് മെൻ്റലി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ അവർ ഡെസ്റ്റിനേഷൻ, പർപ്പസ് ആൻഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. Don't our thoughts also come along with the things in the bag which we set for the trip? Let's see what they are carry in their bags. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അവരുടെ ബാഗ് പാക്ക് ചെയ്യുന്നതും സാധനങ്ങൾ എടുത്തു വയ്ക്കുന്നതും അല്ലേ. ഓരോരുത്തരുടെ പ്രിപ്പറേഷൻസും വ്യത്യസ്തമായിരിക്കും. അതേപോലെ നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത്, എത്ര ദിവസത്തേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ അനുസരിച്ച് നമ്മുടെ കൊണ്ടുപോകുന്ന സാധനങ്ങളും വ്യത്യസ്തമായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ അവർ ഓരോരുത്തരും എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവരുടെ കൺസേൺ എന്താണ്, അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ ഒരു ആശങ്ക എന്താണെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇത് ആരുടെയാണ്, ചമേലിയുടെയാണ്. ചമേലിയുടെ ബാഗിൽ എന്തൊക്കെയുള്ളത് നോക്കൂ, ഡ്രസ്സ്, പിന്നെ പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ആൻഡ് ചമേലിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്, വിൽ അതേഴ്സ് സെറ്റ് മീ അസൈഡ്, എന്നെ ബാക്കിയുള്ളവരിങ്ങനെ മാറ്റി നിർത്തുമോ, കൂട്ടത്തിൽ കൂട്ടാതെ നിർത്തുമോ എന്നുള്ളതാണ് ചമേലിയുടെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത്. ദെൻ അടുത്ത ആളാണെങ്കിലോ, അപ്പു എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പുവിന് ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ, ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു കളിക്കുന്ന പമ്പരം പോലെ എന്തോ സാധനവും ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഓരോരുത്തരുടെ സാഹചര്യം അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അവർ ചിന്തിക്കുന്ന അവരുടെ വീട്ടിൻ്റെ സാഹചര്യം, അവർ ചിന്തിക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമാണ് അല്ലേ. അതാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. ആൻഡ് അപ്പുവിൻ്റെ കൺസേൺ എന്താണ്, വിൽ അമ്മ ബി എലോൺ, അമ്മ ഒറ്റയ്ക്കാവില്ലേ എന്നുള്ളതാണ് അപ്പുവിൻ്റെ ഒരു ടെൻഷൻ. ആ ടെൻഷൻ മാത്രമേ അവനുള്ളൂ. ദെൻ അടുത്ത ആൾ നോക്കൂ, നീനു എന്തൊക്കെ എടുത്തിട്ടുള്ളത് നോക്കൂ, ഡ്രസ്സ്, സോപ്പ്, പേസ്റ്റ് ആൻഡ് ഡ്രോയിങ് ബുക്ക് ഉണ്ട്. ആൻഡ് അതിന് വേണ്ട പെൻസിലുകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവളുടെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആൻഡ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് നീനുവിൻ്റെ കൺസേൺ എന്താ, ക്യാൻ ഐ വിസിറ്റ് ഓൾ ദ സൈറ്റ്സ് ദർ, എനിക്ക് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടി പറ്റുമോ, അതായത് വീൽ ചെയറിലായതുകൊണ്ട് എല്ലായിടത്തും പോകാൻ പറ്റുമോ, വീൽ ചെയർ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതാണ് അവളുടെ പേടി എന്ന് പറയുന്നത്. ദെൻ വിക്കി ആണെങ്കിലോ, വിക്കി എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്ന നോക്കൂ, ഡ്രസ്സ് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്, അതേപോലെ ഡെൻ്റൽ കിറ്റ്, ഷവർ കിറ്റ്, അതായത് കുളിക്കാനുള്ള സാധനങ്ങൾ, പല്ല് തേക്കാനുള്ള സാധനങ്ങൾ, ഫുഡ് കൊണ്ടുപോയിട്ടുണ്ട്, ഇതൊക്കെ എടുത്തിട്ടുണ്ട് വിക്കി അല്ലേ.
ആൻഡ് വിക്കിയുടെ കൺസേൺ എന്താണ്? വിൽ ദർ ബി ഫെസിലിറ്റീസ് ഓഫ് ദ സിറ്റി? അവിടെ പോയി കഴിഞ്ഞാൽ സിറ്റിയിലെ ഫെസിലിറ്റീസ് ഒക്കെ കിട്ടുമോ? അതായത് ഇപ്പോൾ നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷനാണ് വിക്കിക്ക്. നോക്കൂ, അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് അവർ ചിന്തിക്കുന്ന കാര്യങ്ങളുള്ളത് അല്ലേ. ഇനി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളും ട്രിപ്പിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകും, ആൻഡ് നിങ്ങളുടെ അവിടുത്തെ ഒരു ഇതേപോലെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് ഒരു കൺസേൺ ഉണ്ടാവുക, എന്താണ് ഒരു ആശങ്ക ഉണ്ടാവുക, അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, പോവുകയാണ്. ദെൻ പോകുന്ന വഴിക്ക് ഷാൽ വി സിങ് എ ട്രാവൽ സോങ് ടുഗെദർ? നമുക്കൊരു പാട്ട് പാടിയാലോ, അതായത് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചൊരു പാട്ട് പാടിയാലോ. ആൻഡ് വിക്കി പാടുന്നു, നോക്കൂ. വി ആർ ഓൺ അവർ വേ ടു സീ ദ വേൾഡ് ആൻഡ് ട്രാവൽ നിയർ ആൻഡ് ഫാർ. നമ്മൾ എന്താണ്, ലോകം കാണാൻ വേണ്ടി പോവുകയാണ്, അടുത്തും അകലെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുപോലെ നിങ്ങളോട് കളക്ട് ചെയ്തിട്ട് ട്രാവൽ സോങ്സ് നിങ്ങൾക്ക് പരിചയമുള്ളത് ഏതെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി അവരെവിടെ എത്തുന്നു? പീലിയുടെ വില്ലേജിലെത്തുന്നു. ഓ, ദാറ്റ് ഈസ് പീലീസ് വില്ലേജ്. അങ്ങനെ അവർ പീലിയുടെ വില്ലേജിലെത്തി. ദർ ഈസ് പീലി, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ എ ലോങ് ടൈം, വൈ ആർ യു സോ ലേറ്റ്? അപ്പോൾ പീലി എന്താണ്, അവർ വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, എന്താ നിങ്ങൾ വൈകിയതെന്ന് പീലി ചോദിക്കുന്നു. ഇതാണ് ബ്ലൂ ഡ്രസ് ഇട്ട കുട്ടിയാണ് പീലി കേട്ടോ. ദെൻ റൈറ്റ് യുവർ റെസ്പോൺസ് ടു പീലി. അപ്പം എന്തുകൊണ്ടാണ് വൈകിയത് എന്നുള്ളതിന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ട്രാഫിക് ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ വഴി തെറ്റിയെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കൊരു അവിടെ ഒരു ഇതായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് പീലിയുടെ വില്ലേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെയാണ് കേട്ടോ. ആൻഡ് പീലിയുടെ വില്ലേജിൽ ചെല്ലുമ്പോൾ ആരെ കാണുന്നുണ്ട്? അമ്മേനെ കാണുന്നുണ്ട്. ദിസ് ഇസ് മൈ അമ്മ. കം ഓൺ എവരിബഡി, യു ഓൾ മസ്റ്റ് ബി ടയേർഡ് ബൈ വാക്കിംഗ് സോ ലോങ്, ലെറ്റ്സ് ഹാവ് എ മീൽ ഫസ്റ്റ്. അപ്പോൾ ആദ്യം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ, നിങ്ങൾ കുറേ നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ ഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്കി എന്ത് പറയുന്നത്? അപ്പോൾ വിക്കി ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, വിക്കിയോട് ഇവിടെ നിന്നൊന്നും കഴിക്കരുത് എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഐ ഹാവ് ബോട്ട് മൈ ഓൺ ഫുഡ് ഫ്രം ഹോം, ഐ വിൽ ഈറ്റ് ദാറ്റ്. അപ്പോൾ ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ പീലി പറയുന്നു, ഓ ഹൗ ഹോട്ടി ഹീ ഈസ്. അതായത് എന്തൊരു ഗമയാ അവന്, നമ്മളങ്ങനെ പറയില്ലേ, എന്തൊരു ജാടയാന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് പറയുന്നത്. അതായത് അവളുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കില്ല, കൊണ്ടുവന്നതേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പീലി പറയാണ്. അപ്പോൾ അമ്മ എന്താ പറയണത്? ഡിയർ, ഈസ് ഇൻ ദാറ്റ് വാട്ട് യു ഈറ്റ് ഡെയിലി? ട്രൈ ഈറ്റിംഗ് ദിസ്. ദ റൈസ് വി ഈറ്റ് ഈസ് ഫ്രം പാഡി ഗ്രോൺ ഇൻ അവർ ഓൺ ഫീൽഡ്സ്. വി മിൽ ഇറ്റ് അവർ സെൽസ്. ആൻഡ് ദെൻ ദർ ഇസ് ടപ്പിയോക്ക. ദർ ഇസ് ഓൾസോ ഫിഷ് കോട്ട് ബൈ പീലീസ് ഫാദർ ഫ്രം ദ റിവർ. ഫിഷ് കറി ഈസ് മെയ്ഡ് ബൈ ഫാദർ ഹിംസെൽഫ്. അപ്പോൾ അമ്മ എന്താ പറയുന്നത്? അത് കുഴപ്പമില്ല, അത് നിങ്ങൾ എന്നും കഴിക്കുന്നതല്ലേ. ഇവിടെ ആണെങ്കിലോ, ഇവിടെ ഉണ്ടാക്കുന്ന ഇപ്പോൾ ചോറ് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ പാടത്തുണ്ടായ നെല്ല് വെച്ചിട്ട് അവർ തന്നെ കുത്തിയെടുക്കുന്ന നെല്ല് അരി വെച്ചിട്ടുള്ള ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ടപ്പിയൊക്കെ ഉണ്ട്, അതായത് മരച്ചീനി അല്ലെങ്കിൽ കപ്പ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുണ്ട്. ദർ ഇസ് ഓൾസോ ഫിഷ് ഉണ്ട്. അത് എവിടുന്ന്? ആ ഫാദർ, പീലിയുടെ അച്ഛൻ തന്നെ അടുത്തുള്ള പുഴയിൽ നിന്ന് പിടിച്ച് അച്ഛൻ തന്നെ ഉണ്ടാക്കിയ എന്തുണ്ട്, ഫിഷ് കറി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ മതി എന്നാണ് അമ്മ പറയുന്നത്. അങ്ങനെ അമ്മ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വിക്കി അത് കഴിച്ചു. ആൻഡ് കഴിക്കുമ്പോൾ എന്താ വിക്കിക്ക് തോന്നണേ നോക്കൂ. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഹാവിങ് സച്ച് ഡെലീഷ്യസ് ഫുഡ്. വി ഡോണ്ട് ബൈ എനിത്തിങ് ലൈക്ക് ദിസ് അറ്റ് ഹോം. അപ്പോൾ വിക്കിക്ക് എന്താ തോന്നിയത്? ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണത്, എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങാറില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതായത് വിക്കിയുടെ വീട്ടിൽ എപ്പോഴും സിറ്റിയിൽ ജീവിക്കുന്ന, ആ ഒരു കൾച്ചറിൽ ജീവിക്കുന്ന അവൻ്റെ വീട്ടിൽ എപ്പോഴും എങ്ങനത്തെ സാധനങ്ങളാണ് ഉണ്ടാവുക? സിറ്റിയിൽ വാങ്ങാൻ കിട്ടുന്ന ജങ്ക് ഫുഡാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാവുക. ഇതുപോലെ സ്വന്തമായിട്ട് നെല്ല് കുത്തി ഉണ്ടാക്കുന്ന അരിയോ അല്ലെങ്കിൽ അപ്പോൾ ഫ്രഷായിട്ട് പിടിച്ച ഫിഷോ അങ്ങനെ ഒന്നും എവിടെ കിട്ടില്ല, സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കിട്ടില്ല അല്ലേ. അപ്പോൾ ആവിക്ക് ഒരിക്കലും ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആണെങ്കിലോ, പീലി, ദിസ് ഫുഡ് ഈസ് റിയലി ഗുഡ്, ഹൗ ഡെലീഷ്യസ് ഇറ്റ് ഈസ്, യു ഷുഡ് ഷെയർ ദ റെസിപ്പി. ഓക്കെ, അപ്പോൾ അപ്പു പറയണത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പോൾ നീ അതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തരണം എന്നാണ് അപ്പു പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ പീലി പറഞ്ഞു, വി ക്യാൻ ആസ്ക് ഫാദർ ഹിംസെൽഫ് അല്ലേ. കറി ഉണ്ടാക്കിയത് ആരാ? അച്ഛനാണ്. അപ്പോൾ അച്ഛനോട് തന്നെ ചോദിക്കാം. ഫാദർ വിൽ ബി ഇൻ ദ ഫീൽഡ്, ഗോ ദർ, യു ക്യാൻ സീ അവർ വില്ലേജ് ടു. അപ്പോൾ
അമ്മ എന്താ പറയണത്, അച്ഛൻ പാടത്തുണ്ട്, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ, അപ്പോൾ നിങ്ങൾക്ക് ഈ നാടൊക്കെ കാണുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഷാൽ വി ഇൻ്റർവ്യൂ പീലീസ് ഫാദർ, പ്രിപ്പയർ ക്വസ്റ്റ്യനെയർ ഫോർ ദാറ്റ് ടീച്ചർ വിൽ ഓൾസോ ഹെൽപ്പ്. അവിടെ പീലിയുടെ ഫാദറിനെ കാണുമ്പം ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹാസ് യുവർ ഫാമിലി ബീൻ ഇൻ ഫാമിംഗ് ഇൻ ദ പാസ്റ്റ്? നിങ്ങളുടെ ഫാമിലിയും പണ്ട് എന്തിലായിരുന്നു? കൃഷിയിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ഫാമിംഗ് ഫോർ യു? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം എന്താണ്? അടുത്തത് വാട്ട് ഈസ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈയിങ് പാർട്ട് ഓഫ് ഫാമിംഗ് ഫോർ യു? ഫാമിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണ്? വാട്ട് ക്രോപ്സ് ഡു യു കൾട്ടിവേറ്റ് ഓൺ യുവർ ഫീൽഡ്? നിങ്ങളുടെ കൃഷിസ്ഥലത്ത് എന്തൊക്കെ വിളകളാണ്, എന്തൊക്കെ സാധനങ്ങളാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഹൗ മെനി ഏക്കേഴ്സ് ഇസ് യുവർ ഫീൽഡ്? നിങ്ങളുടെ പാടം അല്ലെങ്കിൽ കൃഷിസ്ഥലം എന്ന് പറയുന്നത് എത്ര ഏക്കറാണ്, എത്ര സ്ഥലമുണ്ട്? ഡു യു യൂസ് കെമിക്കൽ ഫെർട്ടിലൈസർ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? വാട്ട് ആർ ദ എക്യുപ്മെൻറ്റ്സ് യു യൂസ്? എന്തൊക്കെ എന്തൊക്കെ ഉപകരണങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളത്? ഡു യു റെയർ അനിമൽസ് ഓൺ യുവർ ഫാം? നിങ്ങൾ മൃഗങ്ങളെ വളർത്തുന്നുണ്ടോ? ഇപ്പോൾ പശുവിനെയോ ആടിനെയോ അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നോക്കി വയ്ക്കുക. വീണ്ടും നമ്മൾ ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുകയാണ്? പീലിയുടെ ഫാദറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പീലിയുടെ ഫാദർ കൃഷിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ദാറ്റ് ഈസ് ഹൗ വി മേക്ക് ഫുഡ്. എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ കുട്ടികൾക്ക് വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നീനു പറയുന്നുണ്ട്, നൈസ്, ഐ ടു വാണ്ട് ടു ലേൺ ടു കുക്ക് ഓൾ ദീസ്. അപ്പോൾ നീനുവിന് ഇതൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് പഠിക്കണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൽഡേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് ഓരോരുത്തരും പറയുന്നത് നോക്കാം. വിക്കിയുടെ സംശയം എന്താ നോക്കൂ. ഐ ലൈക്ക്ഡ് ദിസ് പ്ലേസ് വെരി മച്ച്, ബട്ട് അങ്കിൾ ഐ ഹാവ് എ ഡൗട്ട്. വോണ്ട് യു ഫീൽ ബോർഡ് വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ആൻഡ് വൈഫൈ കണക്ടിവിറ്റി? വാട്ട് വിൽ യു ഡു ഇഫ് യു വിഷ് ടു പ്ലേ എ ഗെയിം? Peely, how do you feel happy without any games? If we were in city, we could do many things. അപ്പോൾ വിക്കിയുടെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്ലേസൊക്കെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ഇൻ്റർനെറ്റ് ഇല്ലാതെ, ഒരു വൈഫൈ കണക്ഷൻ ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കളിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്താ കളിക്കുക? അപ്പോൾ നമുക്ക് സിറ്റിയിലാണെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യുക? ഒരു എന്താ പറയുക, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താണ് ചെയ്യുക, എന്ത് കളിയാണ് കളിക്കുക? അതായത് സിറ്റിയിൽ ജീവിക്കുന്ന വിക്കീനെ സംബന്ധിച്ചിടത്തോളം ഗെയിംസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഫോണിലോ ഉള്ളത് മാത്രമാണ് അവൻ ഗെയിംസ് ആയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവന് അതാണ് പരിചയമുള്ളത്. അപ്പോൾ അവൻ ചോദിക്കുകയാണ് പീലിയോട്, അതില്ലാതെ, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ബട്ട് അപ്പു പറയണത് എന്താണ്? ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ സിറ്റി. ബട്ട് അപ്പുവിന് എന്താ തോന്നുന്നത്? ഇത് സിറ്റിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ഥലം ഇതാണെന്നാണ് തോന്നുന്നത്. കാരണം വിക്കീനെ സംബന്ധിച്ചിടത്തോളം അപ്പുവിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ് അല്ലേ. അപ്പുവിന് ഇത്രയും ഇപ്പോൾ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അപ്പു ജീവിക്കുന്നത്. സോ അപ്പുവിന് ഇതിൻ്റെ ഒന്നും ഇമ്പോർട്ടൻസ് അറിയുന്നില്ല, അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. സോ അവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. വൈ വുഡ് ഹാവ് വിക്കി ആൻഡ് അപ്പു സെറ്റ് ടു ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റി? അപ്പോൾ വിക്കിക്കും അപ്പൂനും സിറ്റിയിലാണ് രണ്ടുപേരും താമസിക്കണമെങ്കിലും വിക്കിക്കും അപ്പൂനും രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. അതെന്തുകൊണ്ടാണ്? വിക്കി എന്ന് പറയുന്നത് ഫിനാൻഷ്യലി സെറ്റിൽഡായ ഒരു സിറ്റുവേഷനിൽ അല്ലേ, അത്യാവശ്യം കാശൊക്കെയുള്ള ഒരു ഇതിൽ ജീവിക്കുന്ന, എല്ലാ സൗകര്യത്തോടും കൂടി ജീവിക്കുന്ന ഒരാളാണ്, ഒരു അപ്പാർട്ട്മെൻറ്റിൽ ജീവിക്കുന്ന ആളാണ് വിക്കി എന്ന് പറയുന്നത്. അപ്പോൾ വിക്കിക്ക് കൂടുതൽ സൗകര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ സിറ്റി ലൈഫ് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ അപ്പു എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞൊരു സ്ലമ്മിലാണ് അല്ലേ, ഒരു ചേരി പ്രദേശത്ത് താമസിക്കുന്ന, അമ്മയാണെങ്കിൽ ഒരു ചെറിയ ജോലി മാത്രമുള്ള അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് അപ്പു ജീവിക്കുന്നത്. അപ്പോൾ അവന് സിറ്റിയിലെ ലൈഫ് അത്രമാത്രം എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ കളിക്കാനോ ഒന്നുമുള്ള സാഹചര്യമൊന്നും അവിടെ ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും രണ്ട് രീതിയിൽ പറയുന്നത്. ദെൻ
പീലിയുടെ ഫാദർ എന്താ പറയുന്നത് നോക്കൂ. ദർ ആർ വേരിയസ് ഗെയിംസ് ഹിയർ ടു. കം ഓൺ ലെറ്റ്സ് ഗോ ആൻഡ് സീ ഹൗ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ആൻഡ് ഹാവിങ് ഫൺ ഹിയർ. അപ്പോൾ ഫാദർ എന്താ പറയുന്നത്, ഇവിടെ ഉണ്ട് ഒരുപാട് തരത്തിലുള്ള ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികൾ കളിക്കുന്നതും അവരെങ്ങനെയാണ് എൻജോയ് ചെയ്യണതെന്ന് കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. കം ഓൺ വി ക്യാൻ ഓൾസോ ഗോ വിത്ത് പീലീസ് ഫാദർ ആൻഡ് സീ ദ ഡിഫറെൻറ്റ് സ്ട്രീംസ് ഓഫ് ഫൺ ഇൻ ദ വില്ലേജ്. അപ്പം ഗ്രാമത്തിലെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി അടുത്തത് പറയാൻ പോണത്. ഓക്കെ, അതിനിടയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. യു ടു ഹാവ് എക്സ്പീരിയൻസ്ഡ് മൊമെൻറ്റ്സ് ഓഫ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്, ഹാവിൻറ്റ് യു? വാട്ട് തിങ്സ് മേക്ക് യു ഹാപ്പി? With the help of digital devices in the school, make a selfie video titled My Happiness under the supervision of teacher. അപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കേട്ടോ. ഓക്കെ, ദെൻ കമ്മിങ് ബാക്ക് ടു ദ വില്ലേജ്. വാക്ക് ത്രൂ പീലീസ് വില്ലേജ് ആൻഡ് സീ ഹൗ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അപ്പോൾ ഇനി ആ വില്ലേജിൽ നടക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നാണ് നോക്കണത് കേട്ടോ. നോക്കൂ, അവിടെ ഒരു മാർക്കറ്റിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഒരു മാർക്കറ്റ് പ്ലേസ് ആണത്. വില്ലേജേഴ്സ് കം ടു ദ വീക്ക്ലി മാർക്കറ്റ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അപ്പോൾ ആ മാർക്കറ്റിൽ എന്താ നടക്കുന്നത്, വില്ലേജേഴ്സ് എല്ലാം, ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അവിടെ വരും. എന്നിട്ട് അവരുടെ അവരുണ്ടാക്കിയ സാധനങ്ങളും അവർ കൃഷി ചെയ്ത സാധനങ്ങളും ഒക്കെ അവിടെ വിൽക്കും. അതുപോലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യും. ദെൻ അതിനോട് റിലേറ്റഡ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദർ ആർ വീക്ക്ലി റെഗുലർ ആൻഡ് ഈവനിങ് മാർക്കറ്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി, റൈറ്റ്? വിസിറ്റ് എ മാർക്കറ്റ് വിത്ത് യുവർ എൽഡേഴ്സ്, ഒബ്സർവ് ദ ആക്ടിവിറ്റീസ് ദർ ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം പ്രദേശത്ത് ഇതുപോലെ വീക്ക്ലി മാർക്കറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പാരൻസിൻ്റെ കൂടെ ഒന്ന് സന്ദർശിച്ചിട്ട് നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേപോലെ ദെൻ അതിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുന്ന നോക്കൂ. പീലീസ് ഫാദർ ഗിഫ്റ്റഡ് ഹെർ ഫ്രണ്ട്സ് ദ ഹാറ്റ് മെയ്ഡ് ഓഫ് കോക്കനട്ട് ഫ്രണ്ട്സ് ബാസ്ക്കറ്റ്സ് ആൻഡ് ക്ലോത്ത്സ്. അപ്പം പീലിയുടെ ഫാദർ ഈ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചറിലുള്ള പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് ഗിഫ്റ്റ് ചെയ്തു. തൊപ്പി, അതായത് നമ്മുടെ ഓലയും കൊണ്ടുണ്ടാക്കിയ തൊപ്പി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ബാസ്ക്കറ്റ്, ക്ലോത്ത്, അതൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ്, ഇങ്ങനെ കരകൗശല വസ്തുക്കളാണ്, ആൾക്കാർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ദെൻ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ അടുത്തത് എവിടെ എത്തിയിരിക്കണമെന്ന് നോക്കൂ. അവരൊരു ഒരു കുളത്തിൻ്റെ കരയിലാണ് എത്തിയിരിക്കുന്നത് അല്ലേ. There are many such ponds in this village. My friends and myself learned to swim in these ponds. അപ്പോൾ അതിലെന്താണ്, കുറേ കുട്ടികൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ പീലി പറയുന്നത്, ഈ ഗ്രാമത്തിൽ ഇതുപോലെ കുറേ കുളങ്ങളുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ നീന്താൻ പഠിച്ചത് ഈ കുളത്തിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ കുട്ടികളുടെ മറ്റൊരു ആക്ടിവിറ്റി നോക്കൂ. ദെൻ അപ്പോൾ നീനു എന്താ പറയുന്നത്, ഓ ഹൗ ഹാപ്പി ഐ ആം വെൻ ഐ സീ ദം ഓൾ എൻജോയിങ്. അപ്പോൾ ഇവർ നീനു സെൽഫി എടുക്കുക, അവരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു അല്ലേ. അവരെല്ലാവരും, ബാക്കിയുള്ളവരെല്ലാവരും, നീനു മാത്രം അവിടെ നിന്നു, ബാക്കിയുള്ളവരെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കളിക്കുകയാണ്. അപ്പോൾ നീനു ഫോട്ടോ എടുക്കുകയാണ്. സോ അവർ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവണമെന്നാണ് പറയുന്നത്. ദെൻ അടുത്തത് അവർ കണ്ടത് എന്താ നോക്കൂ, കാള പൂട്ടുന്നതാണ് അല്ലേ. ബുൾ സർഫിംഗ് കോമ്പറ്റീഷൻസ് ആർ ഹെൽഡ് in fields that have been plowed for the second crop after harvest. അപ്പോൾ ഒരു തവണ വിളവെടുപ്പ് കഴിഞ്ഞപ്പം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു തവണ വിളവെടുപ്പ് കഴിഞ്ഞാൽ കാളേനെ കൊണ്ട് എന്ത് ചെയ്യും, കാള ഉഴുതുമറിക്കും അല്ലേ. പണ്ട് ട്രാക്ടറൊന്നും ഇല്ലാത്ത സമയത്ത് കാളയാണ് ഈ പാടങ്ങളൊക്കെ ഉഴുതുമറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് വെക്കും, ഇങ്ങനെ കോമ്പറ്റീഷൻസ് വെക്കും, കാളപ്പൂട്ട് മത്സരങ്ങൾ വെക്കും. അപ്പോൾ അതും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതുകൂടാതെ ഓരോ ഗ്രാമത്തിനും അതിൻ്റേതായ ചില ഫെസ്റ്റിവലുകൾ ഉണ്ടാവും അല്ലേ. നോക്കൂ, പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള പൂരങ്ങൾ, ചില സ്ഥലങ്ങളിൽ തെയ്യം പോലെയുള്ള കലാരൂപങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള ഫെസ്റ്റിവലുകൾ ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അറിയാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫെസ്റ്റിവൽ ഇൻ അവർ വില്ലേജ്. അപ്പോൾ പീലി അവരുടെ ഗ്രാമത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ കാണിച്ചു കൊടുക്കുകയാണ് ഫ്രണ്ട്സിന്. ദെൻ അതിന് റിലേറ്റഡ് ആയിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആർ ഇൻ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ ഇൻ യുവർ ലൊക്കാലിറ്റി ടു? ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഫാമിലി അബൌട്ട് ദ സെലിബ്രേഷൻസ് such as festivals, feast, urus, fairs, sports competitions, etc. and prepare a description. Share your experience in the class
ഓഫ് വാച്ചിങ് ആൻഡ് എൻജോയിങ് ദീസ് വിത്ത് ദ എൽഡേഴ്സ് ഇൻ ദ ഫാമിലി. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഇതുപോലെയുള്ള ഫെസ്റ്റിവലുകൾ എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട പൂരങ്ങൾ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ വള്ളംകളികളുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഓരോ നാടിനും അതിൻ്റേതായ ഫെസ്റ്റിവലുകളുണ്ട്. സോ അതിന് നിങ്ങളുടെ ഭാഗവും നിങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ. സോ ഇവരിതൊക്കെ എൻജോയ് ചെയ്തിട്ട് ആഘോഷങ്ങളൊക്കെ കണ്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നടക്കുകയാണ്. അപ്പോൾ ആ സിറ്റിയിലത്തെ ലൈഫും ഇവിടുത്തെ ലൈഫും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ കളികളാണെങ്കിലും അതേപോലെ അവർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള, ശരീരത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അതേസമയം സിറ്റിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന കുട്ടികൾ കൂടുതലായിട്ടും ഈ ഇലക്ട്രോണിക് ഡിവൈസസ്, ഫോണോ കമ്പ്യൂട്ടറോ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒതുങ്ങി പോകുന്നു. അവർക്ക് നേച്ചർ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല അല്ലേ. ദെൻ അവരുടെ കോൺവെർസേഷൻ തുടരുന്നു. അവർ ഓരോരുത്തരും അവരുടെ പീലിയുടെ വില്ലേജിനെ കുറിച്ചുള്ള ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ് കേട്ടോ. നീനു എന്താ പറയുന്നത്? പീലി, ഹൗ ഹാപ്പി ഈസ് യുവർ വില്ലേജ് ആൻഡ് ദ വില്ലേജേഴ്സ്. എന്ത് ഒരു സന്തോഷമാണ് ഇവിടുത്തെ ആൾക്കാർക്കും ഈ സ്ഥലത്തിനും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പ്ലേസ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് അപ്പൂന് എന്താ പറയുന്നത്? ഐ ജസ്റ്റ് കാൺ വെയിറ്റ് ടു ടെൽ അമ്മ അബൌട്ട് ദീസ് സൈറ്റ്സ്. ഈ കാഴ്ചകളൊക്കെ എനിക്ക് അമ്മയോട് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് വിക്കിയോ, ഐ തോട്ട് സിറ്റി ലൈഫ് എലോൺ ഹാസ് ഫൺ, ദാറ്റ് തോട്ട് ചേഞ്ച്ഡ് ആഫ്റ്റർ ദിസ് ട്രിപ്പ്. അപ്പം ഞാൻ വിചാരിച്ചത്, വിക്കി വിചാരിച്ചത് സിറ്റിയിലാണ് എല്ലാ ഫണ്ണും എല്ലാ എൻജോയ്മെൻറ്റും ഉള്ളത് സിറ്റിയിലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താണ്, ഈ ട്രിപ്പ് കൊണ്ട് അവൻ്റെ ആ ഒരു ചിന്ത മാറി. ഗ്രാമങ്ങളും അടിപൊളിയാണെന്ന് വിക്കിക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത്. ആൻഡ് ചമീലി എന്താ പറയുന്നത്? മൈ മാ ഹാസ് ടോൾഡ് മീ ദാറ്റ് മൈ നേറ്റീവ് വില്ലേജ് ഇസ് ഓൾസോ ലൈക്ക് ദിസ്. അപ്പം അവളുടെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള അവരുടെ വില്ലേജ്, അവരുടെ ആസാമിലുള്ള വില്ലേജിനെ കുറിച്ച് അമ്മ പറഞ്ഞു കൊടുത്ത കഥകളിൽ നിന്ന് അവൾ കേട്ടിട്ടുള്ളതും ഇതുപോലെ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ അപ്പം നിങ്ങളും അവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ആ ഒരു പീലിയുടെ വില്ലേജിനെ കുറിച്ച് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. എങ്ങനെയാണ് അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ളത്. ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രിപ്പ് യു മൈറ്റ് ഹാവ് ഹാഡ് ഡിഫറെൻറ്റ് preconceived notions about Pili's village, the ways of happiness and the life of other people. You had always viewed the world through such thoughts till then, hadn't you? Didn't you give up many such preconceived notions during this journey? Didn't you gain some new experiences and knowledge? Listen to Pili's friends. അപ്പോൾ ഈ കുട്ടികൾക്കെല്ലാം, ഈ ഫ്രണ്ട്സിനെല്ലാം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് പീലിയുടെ വില്ലേജിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചും ഒരു ധാരണയുണ്ടായിരുന്നു അല്ലെ. അവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് അവർ വിചാരിച്ചതൊന്നല്ല സത്യം എന്നുള്ളതും, അവിടെ വേറൊരു രീതിയാണ്, അല്ലെങ്കിൽ അവിടെ അതിൻ്റേതായ നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ട്, ഗുണങ്ങൾ അവിടെ ഉണ്ട്, എൻജോയ്മെൻറ്റ് അവിടെ ഉണ്ടെന്നൊക്കെ അവിടെ പോയപ്പോൾ മാത്രമാണ് മനസ്സിലായത്. ഇതുപോലെ തന്നെയാണ് നമ്മളെന്നാണ് പറയുന്നത്. നമ്മൾ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ കാണാത്ത സ്ഥലങ്ങളെക്കുറിച്ച്, നമ്മൾ പരിചയപ്പെടാത്ത മനുഷ്യരെക്കുറിച്ച്, അങ്ങനത്തെ സിറ്റുവേഷനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ നമ്മുടേതായ ഒരു ഭാവനയിൽ കുറേ കാര്യങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. ബട്ട് അതായിരിക്കില്ല അവിടുത്തെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിന് പകരം അവിടെ പോയി, അല്ലെങ്കിൽ ഒരു വ്യക്തിനെ ആണെങ്കിൽ അവർ നേരിട്ട് മനസ്സിലാക്കുന്നത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലേ. അല്ലാതെ നമുക്കൊരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഒരു മുൻധാരണയോട് കൂടി ഒന്നിനെ എന്ത് ചെയ്യരുത്, നേരിടരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ പുതിയ എക്സ്പീരിയൻസിലൂടെ പീലിയുടെ ഫ്രണ്ട്സിന് എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. വിക്കി പറയുന്നു, നോക്കൂ, ഐ തോട്ട് ഐ വുഡ് ബി ഹാപ്പി ഓൺലി വിത്ത് ദ അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഇൻ ദ സിറ്റി, സച്ച് എ തോട്ട് വാസ് ചേഞ്ച്ഡ്. അപ്പോൾ അവനിൽ വ്യത്യാസം വന്നത് എന്താണ്? വിക്കി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ സിറ്റിയിലെ എല്ലാ ഫെസിലിറ്റീസും, ഇപ്പോൾ കറണ്ട്, TV, ഇൻ്റർനെറ്റ്, അത് കൂടെ മാത്രമാണ് അങ്ങനെ മാത്രമാണ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് വിക്കി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി മനുഷ്യർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് അവന് ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം. ഇനി അപ്പുനാണെങ്കിലോ, ഐ വാസ് തിങ്കിങ് ദ സെയിം ആസ് വിക്കി സെഡ്, വി ഹാഡ് അവർ ഓൺ ഹാപ്പിനെസ് ദർ, ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് ഹാപ്പിനെസ് എവ്രിവെയർ. അപ്പോൾ
അപ്പൂന് അതെന്ന് മനസ്സിലായത് എന്താ, ഓരോരുത്തരും ജീവിക്കുന്ന സന്ദർഭത്തിൽ അവർക്കൊരു സന്തോഷമുണ്ട്, ഓരോരുത്തരുടെയും സാഹചര്യത്തിൽ അവരവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ സിറ്റിയിൽ അവർ ഹാപ്പി ആയിരുന്നെങ്കിൽ ഗ്രാമത്തിൽ അവിടെയുള്ള കുട്ടികളും ഹാപ്പിയാണ്. അല്ലാതെ സിറ്റിയിലുള്ള കുട്ടികൾക്കുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഗ്രാമത്തിലെ കുട്ടികൾ സങ്കടത്തിലല്ല ജീവിക്കുന്നത്, അവർ അവരുടേതായ സന്തോഷത്തിലാണ് അവരും ജീവിക്കുന്നത്. ആൻഡ് ചമേലി പറഞ്ഞതോ, ഐ വാസ് അഫ്രെയ്ഡ് ദാറ്റ് എവരി വൺ വുഡ് സീ മീ ആസ് എ കിഡ് ഫ്രം അനദർ സ്റ്റേറ്റ് ആൻഡ് മൈറ്റ് സെറ്റ് മീ അസൈഡ്, ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ ചമേലി വിചാരിച്ചതുപോലെ ഇവിടെ അവളെ ആരും എന്ത് ചെയ്തില്ല, ഭാഷ വശമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് വന്ന കുട്ടിയായിട്ട് ആരും മാറ്റി നിർത്തിയില്ല. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തുന്നതാണ് അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് അങ്ങനെ ഉണ്ടായില്ല. അവരുടെ ആ ഒരു തോട്ട് തെറ്റായിരുന്നു, അത് അവിടെ മാറി, ചേഞ്ചായി. ഐ നെവർ തോട്ട് ഐ കുഡ് എക്സ്പീരിയൻസ് ദീസ് സൈറ്റ്സ് ആൻഡ് എൻജോയ്. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി എന്ന നിലയ്ക്ക് നീനു എന്താ വിചാരിച്ചത്, എനിക്കിങ്ങനെ ഒരു ഗ്രാമത്തിൽ പോകാനോ അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ കാഴ്ചകളും കാണാനോ സാധിക്കില്ല എന്നാണ് അവൻ വിചാരിച്ചത്, അല്ലേ? അപ്പോൾ നമ്മുടെ ചുറ്റും ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ, ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള. അപ്പോൾ അവരെയും ഇതുപോലെ ലോകം കാണിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളത് നോർമലായിട്ടുള്ള, ബാക്കി എല്ലാ ആരോഗ്യത്തോടും കൂടി ജീവിക്കുന്ന സാധാരണ മറ്റുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആൾക്കാരെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുക. അവരെ എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് ഇങ്ങനെ അടച്ചിരുത്താതെ അവർക്ക് ഈ ലോകം കാണാനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ തരത്തിലുള്ള ജോലി ചെയ്യാനുള്ള അവസരങ്ങളും ഒക്കെ തുറന്നു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ സോഷ്യൽ സയൻസിൻ്റെയും ഭാഗമാണ്. ഇതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുകയും വേണ്ടത്. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ചാപ്റ്ററിലൂടെ കടന്നു പോയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഇവരുടെ ഈ ഒരു യാത്രയിൽ നമ്മളുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് തുടക്കം മുതലേ നമ്മൾ വരണത്, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് തോട്ടിലാണ് വ്യത്യാസം വന്നതെന്നുള്ളതാണ് ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ ഒരു കഥ പോലെ പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുക. ഏതെങ്കിലും ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളോട് ജനറലായിട്ടുള്ള തനിയെ എഴുതാൻ പറ്റുന്ന രീതിയിൽ ജനറലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സാം ആകുമ്പോഴത്തേനും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ആൻഡ് ഇതൊരു കഥ പോലെ പഠിച്ചു വയ്ക്കുക. ഇനി വരുന്ന ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകാം. ഇപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി തുടർന്ന് വരുന്ന ചാപ്റ്ററുകളുടെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.